and once again welcome back to my YouTube channel. അപ്പോൾ ഇന്ന് എനിക്ക് ക്ലാസ് ഇല്ലാത്തത് വേറെ ഒന്നുകൊണ്ടല്ല. ആക്ച്വലി ഞങ്ങൾക്ക് 8 പീരീഡ് ഉണ്ടായിരുന്നു. പക്ഷെ 4 പീരീഡുള്ള ടീച്ചർ ക്രാങ്ക് പറഞ്ഞു. ഓക്കെ, അപ്പോൾ പിന്നെ 4 പീരീഡിന് വേണ്ടിയിട്ട് എക്സ്ട്രാ സ്കൂളിൽ പോകണമല്ലോ. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും അടുത്ത 2 പീരീഡുള്ള ടീച്ചറോടെ ക്രാങ്ക് പറഞ്ഞു. അപ്പോൾ 2 പീരീഡിനായിട്ട് നമുക്ക് ക്ലാസ്സിൽ പോകണ്ട. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് ഹോം ഓഫീസാണ്. ഹോം ഓഫീസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഔഫ്കാബൻ ടീച്ചർ തന്നിട്ടുണ്ട്. സോ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുക, വിച്ച് മീൻസ് വർക്ക് ഫ്രം ഹോം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു ഹോം ഓഫീസാണ് നമുക്കിന്ന്. അപ്പോൾ ഇന്ന് ഞാനൊരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഡേ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. പക്ഷെ എന്ത് പറയാം, കുറച്ച് ക്ലിപ്സ് ഒന്നും ഞാൻ എടുത്തില്ല, ക്ലിപ്സ് ആഡ് ചെയ്തില്ല. ലൈക്ക് എനിക്കുന്നതും സ്കിൻ കെയറും കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിപ്പോൾ ഞാൻ വർക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. ഞാൻ എൻ്റെ ലാപ്ടോപ്പും കോഫിയും ഒക്കെ ആയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. വർക്ക് ചെയ്യണമല്ലോ, നമുക്ക് പ്രസൻറ്റേഷൻ ചെയ്യണം. അപ്പോൾ പ്രസൻറ്റേഷനും കാര്യങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ. പ്രസൻറ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ടാസ്ക് കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമുക്കൊരു ഇൻ്റർവ്യൂവിൻ്റെ പ്രിപ്പറേഷൻ ഉണ്ട്. അപ്പം അതാണ് അടുത്ത ടാസ്ക്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുഡ് അടിക്കണം. അങ്ങനെ ഓരോരോ കുട്ടി ടാസ്ക് ഉണ്ട്. പഠിക്കാനുണ്ട്, നമുക്ക് വ്യാഴാഴ്ച ഒരു എക്സാം ഉണ്ട്, അതിനുവേണ്ടി പഠിക്കണം. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഞാൻ അങ്ങനെ ഈ പ്ലാന്റ്സിനെ സ്നേഹിക്കുന്ന വ്യക്തിയൊന്നുമല്ല കേട്ടോ. പക്ഷെ ഇപ്പം ഈ ഇടയായിട്ട് ഞാൻ കുറച്ച് ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കാറുണ്ട്. പിന്നെ രാവിലെ എണീറ്റ് ഓഫ് കോഴ്സ് എനിക്ക് കോഫി മസ്റ്റൊന്നുമല്ല, എന്നാലും ഞാൻ വീട്ടിലിരിക്കുന്ന ദിവസമാണെങ്കിൽ മാക്സിമം കുടിക്കാൻ ശ്രമിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഹോം ഓഫീസാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ രാവിലെ ഞാൻ പ്രസൻറ്റേഷൻ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. ഞങ്ങൾ ഔഫ്കാബൻ ടൈലൻഡ് ചെയ്യും. അതായത് ഞാനും ലൂക്കിയും എയ്മിയാണ് ഇപ്പോഴും ഒരു ഗ്രൂപ്പ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഔഫ്കാബൻ ടൈലൻഡ് ചെയ്യും. കുറച്ച് ഭാഗം ഞാൻ ചെയ്യും, കുറച്ച് ഭാഗം എയ്മി ചെയ്യും, കുറച്ച് ഭാഗം ലൂക്ക് ചെയ്യും. അപ്പോൾ ഞങ്ങൾക്ക് റിസ്ക് എടുക്കണ്ട, ലൈക്ക് വിത്തിൻ 10 മിനിറ്റ്സിനുള്ളിൽ കംപ്ലീറ്റ് ഔഫ്കാബന് ഞങ്ങൾക്ക് കിട്ടും. ഇങ്ങനെയാണ് ഞങ്ങൾ പൊതുവേ ചെയ്തു പോകുന്നത് കേട്ടോ. ആൻഡ് ഇന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു പ്രസൻറ്റേഷനാണ്, റീഹാബിലിറ്റാസിയോൺ. അതിൻ്റെ പേരിലൊരു പ്രസൻറ്റേഷൻ ടീച്ചർ മൂന്നോ നാലെണ്ണം കണ്ടായിരുന്നു ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമാണ്. അത് നമ്മൾ ചെയ്ത് ഞാനത് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇന്ന് ഞാൻ പ്രതീക്ഷ പോലും നല്ല കാര്യങ്ങൾ പോയത്. അതായത് ഇപ്പോൾ എന്താ പറയുക, ഞാൻ രാവിലെ എണീറ്റപ്പോൾ ഓർത്തത് ഓക്കെ അത്യാവശ്യം പ്രൊഡക്റ്റീവ് ആവാം, ഒരു ഉച്ചയ്ക്ക് കഴിഞ്ഞിട്ട് ജിമ്മിൽ പോവാം എന്നൊക്കെ ഓർത്തിരിക്കുകയായിരുന്നു. പക്ഷേ എന്തോ പറ്റിയില്ല. ഒന്ന് റീലെടുത്തിരുന്നു. രണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ബോഡി പരമായിട്ട് ലൈക്ക് ഫിസിക്കലി എനിക്കൊന്നിനും പറ്റിയില്ല. കാരണം ഇപ്പോൾ ഈ വോയിസ് ഓവർ ചെയ്യുമ്പോഴും എനിക്ക് ചെറിയൊരു പനി ഉണ്ടോ എന്നുള്ളൊരു സംശയത്തിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അതായത് മേത്തുനിന്നൊരു ചൂട് പൊങ്ങുമോ, ഇന്നലെ മുതൽ ഛർദ്ദിക്കാൻ വരും, അങ്ങനെ എന്തൊക്കെയൊക്കെയോ ഒരു അസ്വസ്ഥതകളായിരുന്നു. എന്നാലും ഞാൻ ജിമ്മിൽ പോയി. ജസ്റ്റ് വീട്ടിലിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പഠിക്കാനുള്ള മൂഡ് വരുന്നില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ചുമ്മാ വീട്ടിലിരിക്കുകയല്ലേ എന്നോർത്തിട്ട് ഞാൻ പിന്നെ ജിമ്മിലേക്ക് പോയി. ജിമ്മിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു ഇന്നലെ ലെഗായിരുന്നു ഞാൻ ചൂസ് ചെയ്തത് കേട്ടോ. കാരണം എനിക്ക് സ്ട്രെസ് എടുക്കാൻ പറ്റില്ല. ലെഗാണെങ്കിൽ എനിക്ക് ഇഷ്ടമാണ് വർക്കൗട്ട് ചെയ്യാൻ. ചെയ്തുകൊണ്ട് ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഛർദ്ദിക്കാൻ പറ്റി. അപ്പോൾ പിന്നെ ഞാൻ ഓർത്ത് തിരിച്ച് വീട്ടിൽ പോകാമെന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. കാരണം എനിക്ക് അറിഞ്ഞൂടാ എന്തോ പറ്റി ബോഡിക്ക്. മേ ബി ക്ലൈമറ്റ് ചേഞ്ചും അതും ഇതൊക്കെ ആയിരിക്കും. ഇപ്പോൾ ക്ലാസ്സിലാണെങ്കിലും എല്ലാ പിള്ളേർക്കും പനിയൊക്കെ. അപ്പോൾ അതിൻ്റെ ആവാം എന്നാലോചിച്ചിട്ട് ഞാൻ പിന്നെ വന്നു. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ എനിക്ക് ഒട്ടും പറ്റുന്നുമില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ വ്ലോഗോ കാര്യങ്ങളൊന്നും കണ്ടിന്യൂ ചെയ്തില്ല, പഠിച്ചുമില്ല മര്യാദയ്ക്കിരുന്ന്. ഇനിയിപ്പോൾ ഇന്ന് സ്ട്രെസ് എടുത്ത് നമുക്ക് നൈറ്റിലൊന്ന് പഠിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ഒരു എന്താ പറയുക പുള്ളിങ് ആൻഡ് ഓൾ നൈറ്ററോ അല്ലെങ്കിൽ നമുക്കൊരു പഠിക്കുന്ന കംപ്ലീറ്റ് വീഡിയോയോ സംതിങ് എന്തെങ്കിലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അതുപോലെ ഞാൻ പറയാൻ വന്ന കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരുന്ന് പഠിക്കുന്ന ഒരു കുട്ടിയോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിച്ച് പഠിക്കുന്ന ഒരു വ്യക്തിയൊന്നും അല്ലായിരുന്നു ഞാൻ. നാട്ടിലായിരുന്നു നമുക്ക് മറ്റേ ബുക്കല്ലേ ഉള്ളൂ, ലാപ്പൊന്നും വെച്ച് നമ്മൾ പഠിക്കില്ലല്ലോ. അപ്പോൾ എനിക്ക് ഫസ്റ്റ്ലി കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു കേട്ടോ. ചില നോട്ടുകൾ ലാപ്പിലും ചില നോട്ടുകൾ ബുക്കിലും അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ. പിന്നെ ഞാനിപ്പം ഈയിടയ്ക്ക് ഒരു പുതിയ പ്രിൻ്റർ വാങ്ങിച്ചപ്പോൾ ഞാൻ ലാപ്ടോപ്പിലുള്ള നോട്ട്സ് എല്ലാം തന്നെ ഞാൻ എന്ത് ചെയ്യും, പ്രിൻ്ററിൽ നിന്ന് കോപ്പി എടുത്ത് വയ്ക്കും. എന്തെങ്കിലും ഒരു പുതിയ സാധനം വാങ്ങിച്ചാൽ അത് പിന്നെ പതിവാണല്ലോ, അത് യൂസ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് പതിവാണ്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു നീക്കുപോക്കൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലാണെങ്കിലും അത്യാവശ്യം നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടൊരു കണ്ടൻറ്റാണ് ഇട്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നി. കാരണം സാധാരണ വീഡിയോ കാണുന്ന ആൾക്കാർ അത്യാവശ്യം ടൈം എടുത്ത് കണ്ടു എന്ന് യൂട്യൂബ് എന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എനിവേ ഞാനതിൽ ഹാപ്പിയാണ്. കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾക്ക് വാല്യൂ ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് തോന്നിയതുകൊണ്ട് നിങ്ങൾക്ക് ഇനി അങ്ങനത്തെ എന്തെങ്കിലും കോണ്ടൻറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക്
കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യട്ടോ. എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യും. ഒരു ദിവസം ഒരു കുട്ടി കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു റമലാൻ്റെ വ്ലോഗ് ചെയ്യുമെന്നുള്ളത്. ആക്ച്വലി ഞാൻ ഇവിടെ വന്നിട്ട് ഇതുവരെ നോമ്പ് എടുത്തിട്ടില്ല. ഒരു നോമ്പ് പിടിച്ചു, പക്ഷേ അത് വ്ലോഗ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഉച്ചവരെ പിടിച്ചുള്ളൂ, സത്യം പറഞ്ഞാൽ ഉച്ചവരെ പിടിച്ചുള്ളൂ. ഞാൻ അതിൻ്റെ മുറിച്ചു. കാരണം ഇവിടെ ഒന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒന്ന് രാവിലെ ക്ലാസ്സിൽ പോയപ്പോഴൊന്നും കുഴപ്പമില്ല, ഉച്ചയ്ക്ക് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഞാൻ ഡെഡെന്ന് പറഞ്ഞാൽ പറ്റില്ലാണ്ടായി. അത്ര ഒരു സിറ്റുവേഷനിലേക്കായി. കാരണം ഇവിടെ ചൂടുമായിരുന്നു ടൈമിൽ. അന്ന് കുറച്ചൊരു സണ്ണി ഡേ ആയിരുന്നു. പിന്നെ ഞാൻ മുറിച്ചു. ഇനി എനിക്ക് ഇവിടെ തന്നെ നിന്ന് റിസ്ക് എടുക്കാൻ എനിക്ക് പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ മുറിച്ചു. ആകെ ഇവിടെ ഈ റൂമിലും ഈ വീട്ടിലുമായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. വേറൊരു ചെറുക്കന് അടിയിലേ ഉള്ളൂ. അവനെ ഞാൻ കാണാറും കൂടെ ഇല്ല. ഇനി ഇവിടെ വലിയ ബോധവും പറഞ്ഞ് കിടന്ന ആരും ഉണ്ടാവില്ല നോക്കാൻ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ പ്രസൻറ്റേഷൻ, റീഹാബിലിറ്റേഷൻ. ഞാൻ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇവിടുത്തെ പ്രസൻറ്റേഷനും രീതികളൊക്കെ കാണാൻ ആഗ്രഹമുള്ളവരുണ്ടാവുമല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഇതൊക്കെ ടീച്ചർ ഓട്ടോമാറ്റിക്കലി ഫില്ല് ചെയ്തിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഞാൻ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ മാർക്കുള്ള, ഇങ്ങനെ ഒരു മനുഷ്യൻ നിന്ന് ക്വസ്റ്റ്യൻ മാർക്കുള്ള എവിടേക്കാണോ അതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ബാക്കിയെല്ലാം ടീച്ചർ ഓട്ടോമാറ്റിക്കലി ഫില്ല് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എക്സാമിന് പഠിക്കാനുള്ളതാണ്. അതാണ് ഇനി അതിൻ്റെ അടുത്തൊരു ടാസ്ക്. ഇപ്പം നാളെ എനിക്കൊരു എക്സാം ഉണ്ട്. നാളത്തെ എക്സാമിനാണെങ്കിലും ബ്രെയിനിൻ്റെ ഓരോ പാർട്സ്, അതിൻ്റെ ഫങ്ഷൻസ്, അതുപോലെ നെർവസ് സിസ്റ്റം കംപ്ലീറ്റ്, അതുപോലെ മോർബസ് പാർക്കിൻസൺ എന്ന് പറഞ്ഞ ഡിസീസ്, ഇതെല്ലാം കൂടെ മിക്സ് ആയിട്ടാണ് വരുന്നത്. ഇനി നെർവസ് സിസ്റ്റം പഠിച്ചിട്ടാണെങ്കിൽ തലയ്ക്ക് കയറുന്നില്ല. സിനാപ്സിൻ്റെ അത് മാങ്ങ തേങ്ങ എന്നൊക്കെ പറഞ്ഞ് കുറേ ഉണ്ട് പഠിക്കാൻ. അതാണെങ്കിൽ ഒരു വക മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യുന്നറിയാൻ വെള്ളാണ്ടിരിക്കുക. എനിക്കാണ് ഇപ്പം നല്ല പനിക്കുന്നുണ്ട്, ലൈക്ക് ബോഡി നല്ല ഹീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇനി ക്ലാസ്സിൽ പോകണ്ടയോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഇരിപ്പാണ് എൻ്റെ. എൻ്റെ അങ്ങനെ ഇപ്പോൾ എൻ്റെ പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇൻ്റർവ്യൂവിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തു. ഇപ്പം ഞാൻ എൻ്റെ ഹനീത് ചൂടാക്കാൻ വെച്ചേക്കാണ്. ഞാൻ ഇന്നലെ രാത്രി നടത്തിയൊരു പരീക്ഷണമാണ് ഹനീത് എന്നാണ് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടെ കറക്റ്റ്. ചിക്കൻ ഹനീതോ അങ്ങനെ എന്തോ സംതിങ് സാധനം. അപ്പോൾ ചൂടാക്കാൻ വെച്ചേക്കാണ്. ചൂടായി കഴിഞ്ഞിട്ട് നമുക്കത് കഴിക്കണം. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതാണ്. കാരണം ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയില്ല, നല്ലതാണ്. ആൻഡ് അത് ഞാൻ ആക്കി കഴിഞ്ഞിട്ട് കഴിക്കാൻ നേരത്തെ നമുക്ക്. ഇത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടുണ്ടാക്കിയത് കേട്ടോ. വേഗം കണ്ടു, അന്ന് തന്നെ രാത്രി എനിക്ക് ഉണ്ടാക്കാൻ തോന്നി, ഉണ്ടാക്കി കഴിച്ചു. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എപ്പോഴേലും ഒന്ന് ഉണ്ടാക്കി നോക്കാട്ടോ എല്ലാവരും. അപ്പോൾ ഗൈസ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ട് നിൽക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞിരിക്കുക. ഇനിയിപ്പോഴുള്ള പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മഴക്കാറുണ്ട് വെളിയിൽ. അപ്പോൾ എങ്ങനെയാണ് ക്ലൈമറ്റ് എന്നറിയില്ല. ജിമ്മിൽ പോകാനുണ്ട്, അതുപോലെ വേറെ എന്തൊക്കെ പരിപാടികൾ, പഠിക്കാനുണ്ട്. പഠിത്തമാണ് മെയിൻ. അത് കഴിഞ്ഞുള്ളൂ ബാക്കി കാര്യങ്ങൾ. കാരണം വ്യാഴാഴ്ച നമുക്ക് എക്സാമാണ്. അപ്പം അതെങ്ങനെയാണെന്ന് നോക്കണം. അപ്പോൾ കുറച്ച് നേരം ഞാൻ ഇനി റെസ്റ്റ് എടുക്കും. റെസ്റ്റ് എടുത്ത ശേഷമാണ് ഇനി ബാക്കിയുള്ളൂ. അതിൻ്റെ ഇടയ്ക്കൊന്ന് വീട്ടിലൊക്കെ ഒളിച്ചൊന്ന് സെറ്റാവുന്നുണ്ട്. അപ്പോൾ ഇനിമേ നമുക്ക് കാണാം.